بن عمرو رضي الله عنه قيل لرسول الله صلى الله عليه وسلم أي الناس أفضل. ഒരിക്കൽ നബി തങ്ങളോട് സ്വഹാബികൾ ആരോ ചോദിച്ചു, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളിൽ വെച്ച് ഉത്തമനായ മനുഷ്യൻ ആരാണ്? ജനങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ, ഉത്കൃഷ്ടനായ, അനുഗ്രഹീത വ്യക്തിത്വം ആരാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ. രണ്ട് വിശേഷണം, ഈ രണ്ട് ക്വാളിഫിക്കേഷനുള്ള, ഈ രണ്ട് വിശേഷണമുള്ള മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. ഒന്ന്, കുല്ലു മഹ്മൂമിൽ ഖൽബി, ഹൃദയം മഹ്മൂമായവനായിരിക്കണം. രണ്ടാമത്തേത് സദൂഖുൽ ലിസാൻ, നാവ് സത്യസന്ധതയോടുകൂടെ സംസാരിക്കുന്ന സത്യസന്ധനായ മനുഷ്യനായിരിക്കണം. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, സദൂഖുൽ ലിസാനി നഅരിഫുഹു. അങ്ങ് രണ്ട് വിശേഷണം പറഞ്ഞതിൽ രണ്ടാമത്തേത് ഞങ്ങൾക്ക് മനസ്സിലായി. നാവ് സത്യസന്ധമായിരിക്കണം, എപ്പോഴും സത്യസന്ധത പാലിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞൊക്കെ മനസ്സിലായി. ആദ്യം പറഞ്ഞ ക്വാളിഫിക്കേഷൻ, ആദ്യം പറഞ്ഞ വിശേഷണം മഹ്മൂമുൽ ഖൽബ് എന്ന, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, തിരിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പം മഹ്മൂമുൽ ഖൽബ്, ഖൽബ് മഹ്മൂമായവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നബി തങ്ങൾ പറഞ്ഞു, വ അത്തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. മഹ്മൂമുൽ ഖൽബ് പറഞ്ഞാൽ അത്തഖിയ്യു, തഖ്വയുള്ള ഒരു ശുദ്ധനായ മനുഷ്യൻ. അന്നഖിയ്യു, വളരെ ക്ലിയറാണ്, സ്ഫുടം ചെയ്ത് എടുക്കപ്പെട്ട ഒരു തങ്കക്കുടം പോലെയുള്ള ഹൃദയമാണ്. ലാ ഇസ്മ ഫീഹി, ആ ഹൃദയത്തിൽ ഒട്ടും കളങ്കങ്ങളില്ല, പോരില്ല, കുശുമ്പില്ല, കുറുമ്പില്ല. വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ, അസൂയയോ പകയോ മറ്റുള്ളവരോട് വിദ്വേഷമോ ഒന്നുമില്ലാത്ത നല്ലൊരു മനസ്സുള്ള മനുഷ്യൻ. രണ്ടാമത്തേത്, നാവുകൊണ്ട് സത്യം പറയുള്ളൂ. ഈ രണ്ട് വിശേഷണം ഉള്ളവനാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന് നബിയുനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വലിയ സന്ദേശമാണ്. ഇവിടെയൊന്നും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അല്ല ഈ ഹദീസിൽ പറഞ്ഞത്. ഒരു മനുഷ്യനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ മഹിമ, അവൻ്റെ പെരുമാറ്റ ഗുണങ്ങൾ, നാവ് സത്യസന്ധമായി വർത്തമാനം പറയാം, ഖൽബിൽ ആരോടും പക. ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ്. ഇപ്പോൾ സുബഹിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് വന്നു, നമ്മുടെ മിഹ്റാബിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. എത്ര ആൾക്കാരുണ്ടോ? ഒരു 10-200 ആളുണ്ടെന്ന് വെക്കുക, ഉദാഹരണം, ഈ 100 ആൾ എത്ര ഇട്ടെ. ഈ പള്ളിയുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്നറിയാം? ഏറ്റവും നല്ല മനുഷ്യൻ ആദ്യമായിട്ട് പള്ളിയേക്ക് വന്ന് ഇനി ലാസ്റ്റായിട്ട് പോകുന്ന വ്യക്തി അല്ല. മറിച്ച് ഈ പള്ളിൻ്റെ ഉള്ളിൽ എന്നേക്കാൾ മോശം ഒരാളില്ല, ഇവിടെ വരാൻ തന്നെ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ, ഇവരോടൊപ്പം നിന്ന് നിസ്കരിക്കാൻ പോലും യോഗ്യത എനിക്കില്ല, ഞാനൊരു പാപിയും ദോഷിയും കേടിയുമാണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ് എന്ന് ആരെ മനസ്സിലാണോ ഉള്ളത്, വഹുവ അഫ്ളലു, അവനാണ് ഏറ്റവും നല്ലവൻ. തൻ്റെ മനസ്സിൻ്റെ അകത്ത് ഞാനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് ആർക്ക് തോന്നുന്നു, അവനാണ് ഏറ്റവും നല്ലവൻ. എന്നിട്ട് അവനാണ് ആദ്യം നിസ്കരിക്കാൻ വന്നിട്ട് ലാസ്റ്റ് പോകണമെങ്കിൽ അവൻ തന്നെ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സഭയെ കൂടി അവിടെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? ഈ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണെന്ന് സ്വന്തത്തിന് തോന്നുന്നുവോ അവനാണ്. അള്ളാഹുവിൻ്റെ നോട്ടവും അത് തന്നെയാണ്. സ്വർഗം ഏറ്റവും മോശപ്പെട്ടവർക്കുള്ള ഇടമാണ്, നരകം ഏറ്റവും നല്ലവർക്കുള്ളതുമാണ്. മനസ്സിലാക്കണം, നരകം ഏറ്റവും മോശപ്പെട്ട ആളുകൾക്കല്ല, ഏറ്റവും നല്ല മനുഷ്യന്മാർക്കാണ് നരകമുള്ളത്. ഏറ്റവും മോശപ്പെട്ട വ്യക്തികൾക്കാണ് അള്ളാഹു തആല സ്വർഗം കൊടുക്കുക. എങ്ങനെ? തെറ്റിദ്ധരിക്കരുത്. അവരുടെ മനസാക്ഷിയിൽ, അവരുടെ സ്വന്തം ചിന്തയിൽ, അവനാനെ പറ്റിയുള്ള ആത്മഗതം, അവരുടെ മനോഗതി, ചിന്താഗതി ഞാൻ വളരെ മോശപ്പെട്ടവനാണ് എന്നായിരുന്നു, അവർക്കാണ് സ്വർഗമെന്ന്. അല്ലാതെ മോശപ്പെട്ടത് പ്രവർത്തിക്കുന്നവർക്കൊന്നല്ല. ഞാൻ മോശപ്പെട്ടവനാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ സ്വർഗത്തിൽ കിടക്കും. അപ്പം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചിന്ത അതാണ്. അതാ പറഞ്ഞത്, കുല്ലു മഹ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ. എന്നതിന് ഞാൻ തന്നെയാണ് ഏറ്റവും ഉഷാർ. നിസ്കരിക്കാത്ത ഒരാളെ കണ്ടാൽ ഓ നിസ്കരിക്കണില്ല, ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ നന്നായി എന്നാണ്. ഇതിലെ നായിയാണെങ്കിൽ ഇതിലെ നന്നായി എന്നില്ല ഒന്നുകൂടി കിട്ടുക സംഭവം. അവിടെ നമ്മളൊക്കെ ഉണ്ടത്.
അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനാനിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക, അവനാന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുകൊണ്ടേയിരിക്കുക. ഇതിനാണ് മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ ഹുവ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ എന്ന് പറയുന്നത്. എന്നാൽ ഉണ്ടാവില്ലല്ലോ, ഇന്ന് ആ ഗ്രൂപ്പിനേക്കാൾ, ആ സംഘടനയേക്കാൾ, ആ കൂട്ടായ്മയേക്കാൾ ഞങ്ങളുടെയാണ് ഉഷാറ്, ഞാനാണ് ഉഷാറിൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരും ഉള്ളത്, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്നുള്ള ചിന്ത പേരിലെത്തിയാൽ ഞാനല്ല ഇവിടുത്തെ വീട്ടുകാരൻ, ഞാൻ പറഞ്ഞാലേ കേൾക്കേണ്ടത്, ഞാനല്ലേ വാപ്പ, ഈ ഞാനല്ലേ ഒരു മകനുള്ളൂ, ഇങ്ങനെ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതാദ്യം പോക്കുമ്പോഴാണ് അവനിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് പ്രവേശിക്കുക. അപ്പോഴാണ് ഈമാൻ്റെ നൂറ്, ഈമാൻ്റെ പ്രകാശം, മാരിഫത്തിൻ്റെ പ്രകാശം, ഈമാൻ്റെ ശോഭ, നന്മകളോട് താല്പര്യം ഉണ്ടാവുക, തിന്മകളോട് വെറുപ്പുണ്ടാകുന്ന ഒരു ഈമാൻ്റെ ഒരു ലൈറ്റ് കത്താനുണ്ട്, ഈമാൻ്റെ ഒരു പ്രകാശം, തഖ്വയുടെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ തട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഞാൻ മോശമാണ് എന്ന് കരുതലാണ്. നിറഞ്ഞ പാത്രത്തിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റൂല, ആദ്യം കാലിയാക്കുക എന്നുള്ളതാണ്, സംശുദ്ധമാക്കുക എന്നുള്ളതാണ്, പാത്രം വൃത്തിയാക്കണം. അപ്പൊ ഈ ഒരു മനസ്സും ഈ ഒരു ചിന്ത ആർക്കാണ്? അവനാണ് ഏറ്റവും അഫ്ളൽ. നോക്കി എത്ര കൃത്യമായിട്ട് നബി തങ്ങൾ പറഞ്ഞത്, യാ റസൂലുള്ളാഹി മൻ അഫ്ളലുൻ നാസി അയ്യുന്നാസി അഫ്ളലു, ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്, ഏറ്റവും നല്ല മനുഷ്യനാരാണ് നബിയെ പറഞ്ഞു തരുമോ? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, ഖൽബ് മഹ്മൂമായവനും നാവ് സദൂഖായവനുമാണ്, ഖൽബ് മഹ്മൂമായവനും നാവ് സദൂഖായവനുമാണ് നബിയെ. കാലു സദൂഖുൽ ലിസാനിൻ അരിഫു, രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. നാവ് സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് സത്യസന്ധമാവുക, ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, നബിയെ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഹുവത്തഖിയ്യു, ഏറ്റവും തഖ്വയുള്ളവനാണ്, അന്നഖിയ്യു, കളങ്കമില്ലാത്ത സ്ഫുടം ചെയ്തെടുത്ത ഹൃദയമുള്ളവനാണ്, ലാ ഇസ്മ ഫിയ, ഹൃദയത്തിൽ കളങ്കങ്ങളില്ല, വലാ ബഗയ, തെറ്റുകളില്ല, വലാ ഗില്ല, പോരും കുന്നായ്മയും അല്ലെങ്കിൽ കുറുമ്പും കുശുമ്പും മറ്റുള്ളവരോട് പകയുമില്ല, വലാ ഹസദ, അസൂയയും ഇല്ല, അതൊന്നുമില്ലാത്ത മനുഷ്യൻ. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വന്നാലും സദഖ കൊടുത്താലും സക്കാത്ത് കൊടുത്താലും ഇതാണ് ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ദ്വാരക്കാൻ പറയുന്നത്, അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ. തസ്കിയത്ത് എന്ന് പറഞ്ഞതിനാണ് അമ്പിയാക്കന്മാരൊക്കെ പണി തരും, യുസക്കീഹിം, തസ്കിയത്ത് ചെയ്തിട്ട് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.